ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് മാത്രമല്ല, നമുക്കല്ലാതെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമ്മൾ റേഷൻ പുഴുക്കലരി വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ റേഷനരി കൊണ്ട് ചോറ് വെച്ച് കഴിക്കാനൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടമില്ലാത്തതൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ രീതിയിൽ തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രിപ്പറേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് അളവിൽ നമ്മുടെ റേഷൻ ചാക്കരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഒരു 3-4 പ്രാവശ്യമായിട്ട് നല്ലപോലെ വെള്ളം മാറ്റി നല്ലപോലെ കഴുകിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയ ബൗൾ നിറയെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പിടിയോളമൊക്കെ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളിയൊക്കെ കുറച്ച് അധികം നമ്മൾ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്കതിന് കിട്ടും. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് ഒക്കെ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഒരു ഇടത്തരം ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ചെറുതൊക്കെയാണ്, വളരെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ മുഴുവനായിട്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഉലുവ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കുറച്ച് കൂടിപ്പോയാലും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ ഒരു 1/4 മുറി തേങ്ങ ചിരകി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്, അതായത് ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസമൊക്കെ വെച്ചത് എടുക്കുമ്പോൾ നമുക്കതിലുള്ള ആ ഒരു പാലിൻ്റെ ആ ഒരു ഇത് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ച തേങ്ങയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് ടേസ്റ്റി ആയിട്ടിരിക്കാനായിട്ടത് നന്നായിട്ട് ഹെൽപ്പ് ആവുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഉള്ളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയിലുള്ള ആ ഒരു പാലും എല്ലാം തന്നെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക മണമൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഇതേപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 കപ്പ് വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി അളന്നെടുത്തിരിക്കുന്ന ആ ഒരു സെയിം കപ്പിൽ തന്നെ വെള്ളവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കറക്റ്റാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി മിക്സൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വിസിലൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു 2 വിസിൽ മാത്രം നമ്മളൊന്ന് അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 വിസിൽ കൂടേണ്ട കാര്യമില്ല. നമുക്ക് 2 വിസിലാകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതിൻ്റെ പ്രഷറൊക്കെ താഴ്ന്നതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് നല്ലൊരു പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒട്ടും തന്നെ അടിയിൽ പിടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കുഴഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത്
തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂടിയൊക്കെ ഒന്ന് തുറക്കുമ്പോഴേക്കും തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് വരുന്നത്. ആ ഒരു ഉലുവയുടെയും ഉള്ളിയുടെയും അതുപോലെ തന്നെ ആ തേങ്ങയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു പ്രത്യേക ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് തോന്നുന്ന തരത്തിലുള്ളൊരു മണമാണ് അതിന് ഉള്ളത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മൾ ചിലരൊക്കെ പറയുന്നത് ഉലുവച്ചോറ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ തേങ്ങാച്ചോറ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ റേഷനരി വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങയുടെ അളവ് കൂട്ടാം, അതുപോലെ തന്നെ ഉലുവയുടെ ഉള്ളിയുടെയും ഒക്കെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല അതൊക്കെ കൂടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ നമുക്ക് ലഞ്ചിനോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് വളരെ നല്ല ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കാരണം കുട്ടികൾ കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ. ഇത് നമുക്ക് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റാണ്. ഞാനിവിടെ വെറുതെയാണ് കഴിക്കാറുള്ളത്. ഇനി അതല്ല, നമുക്കിത് കറികളൊക്കെ കൂട്ടിയിട്ട്, അതായത് ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ റേഷൻ ചാക്കരി കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല റെസിപ്പികളൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റേഷൻ ചാക്കരി കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ, നല്ല നല്ല കറികൾ, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസ്, അതുപോലെ തന്നെ ഹെയർ ഡൈകൾ, അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂസൊക്കെ ഉള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ്, ഇതെല്ലാം നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് അതൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.